വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പീരിയഡ്സിൻ്റെ ഡേ 1 മുതൽ ഒരു 30 ഡേയ്സ് മെൻസ്ട്രൽ സൈക്കിളുള്ള ഒരാളാണെങ്കിൽ ആ അവസാന ദിവസം വരെ ടിപ്സ് ഫോളോ ചെയ്യേണ്ടതിനെ പറ്റിയിട്ട് അതിൽ കുറച്ച് ടിപ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എഗ്ഗ് നന്നായിട്ട് വളരാൻ, എൻഡോമെട്രിയം തിക്കണാകാൻ, യൂട്രസ് സ്റ്റിമുലേറ്റഡ് ആകാൻ, സെർവിക്സ് നന്നായിട്ട് പ്രവർത്തിക്കാനൊക്കെ വേണ്ട ഇങ്ങനെ A to Z എല്ലാ ടിപ്സും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടിപ്സൊക്കെ ഫോളോ ചെയ്തിട്ട് ഒരുപാട് പേര് കൺസീവ് ആയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സാണ്. അത് ഫോളോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ അങ്ങേയറ്റം ഹാപ്പി ആണല്ലോ. ആ ഒരു സക്സസ് സ്റ്റോറിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഈ ടിപ്സൊക്കെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മെൻസ്ട്രേഷന്റെ സമയത്താണ്. നിങ്ങൾക്ക് പീരിയഡ്സ് ഉണ്ടാവുന്ന ദിവസങ്ങളിൽ നമുക്ക് ധാരാളം ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകും. ബ്ലഡ് നമ്മളുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോഴേക്കും ഒപ്പം നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതാണ് അയൺ. ഈ അയൺ നമ്മുടെ ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് വഹിക്കുന്നുണ്ട്. നമ്മളുടെ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അയൺ ഇല്ലെങ്കിൽ, അയൺ ഡെഫിഷ്യൻസീസ് നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അനീമിക് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അയൺ ഡെഫിഷ്യൻസി നമ്മളുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അണ്ടം പൊട്ടി അത് ഫെർട്ടിലൈസേഷൻ നടന്നാലും ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വരുന്ന ആ ഒരു അണ്ടത്തിന് അതുപോലെ തന്നെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള അണ്ടം വളർന്നുണ്ടാകുന്ന നമ്മുടെ ആ ഒരു എംബ്രിയോയ്ക്ക് ക്വാളിറ്റി ഉണ്ടായിക്കണമെന്നില്ല. ബർത്ത് ഡിഫക്ട്സ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളും ഉണ്ട്. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മെൻസ്ട്രേഷന്റെ സമയത്ത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് പോകുന്ന അയേണിന്റെ ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാനാണ്. അയേണിന്റെ ഡെഫിഷ്യൻസി നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും? അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഓവർകം ചെയ്യാം. അതുപോലെ തന്നെ അയണിന്റെ സപ്ലിമെന്റ്സും അടങ്ങിയിട്ടുണ്ട്. അയണിന്റെ സപ്ലിമെന്റ്സ് ആണെങ്കിലും മറ്റെന്ത് സപ്ലിമെന്റ്സ് ആണെങ്കിലും നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് എടുക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് കേട്ടോ. അപ്പോൾ അയണിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അയണിന്റെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഫിഷിലുണ്ട്, അതുപോലെ പച്ചക്കറികളിലുണ്ട്, ഉണക്കമുന്തിരിയിലുണ്ട്, മാതള നാരങ്ങയിലുണ്ട്. അതുപോലെ അങ്ങനെയുള്ള ഐറ്റംസ് നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അതിൽ നിന്ന് അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എടുക്കാനായിട്ട് പറ്റുന്ന ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി ഉള്ള ഭക്ഷണം നിങ്ങൾ എടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, അയണിന്റെ ഏതെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചാലോ അയൺ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തിനോടൊപ്പം തന്നെ നിങ്ങൾ വിറ്റമിൻ സി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടി എടുക്കണം. ഫോർ എക്സാമ്പിൾ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു മൊസംബി, അങ്ങനെ വിറ്റമിൻ സി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം നിങ്ങൾ കഴിക്കണം. കൂടുതലായിട്ടും അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മുടെ ചീരയുണ്ട്, അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, മുട്ടയുണ്ട്, ബ്രൊക്കോളി ഉണ്ട്. ഇതിലൊക്കെ അയണിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പീരിയഡ്സിന്റെ ദിവസങ്ങളിൽ കൃത്യമായിട്ട് എടുക്കാവുന്നതാണ്. പീരിയഡ്സിന്റെ ആ ഒരു ഫ്ലോ പോകുന്ന ദിവസം അയൺ ഡെഫിഷ്യൻസി ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും. രണ്ടാമതൊരു കാറ്റഗറി വരുന്നത് നമ്മുടെ ഫോളിക്കിൾ ഡെവലപ്മെന്റിന്റെ സമയത്താണ്. ഫോളിക്കിൾ ഡെവലപ്മെന്റ് നമുക്ക് തുടങ്ങുന്നത് എപ്പോഴാണ്? പീരിയഡ്സിന്റെ സെക്കൻഡ് ഡേ മുതൽ. പീരിയഡ്സിന്റെ ആദ്യത്തെ ഫ്ലോ ഉണ്ടാകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുമ്പോഴേക്കും അടുത്തൊരു ടിപ്പ് വരുന്നത് നമ്മുടെ പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള ആ ദിവസങ്ങളിൽ, നമുക്ക് ഓവുലേഷൻ നടക്കുന്നതിന് മുൻപുള്ള ആ സമയങ്ങളിൽ, അതായത് ഓവുലേഷൻ നടക്കുന്നതിന് 2, 3, 4 ദിവസം മുൻപ് നിങ്ങൾ ചെയ്യേണ്ട ടിപ്സ് ആണ് അടുത്തതായിട്ട് പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ ഫോളിക്കിൾ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ടൈം. ഫോളിക്കൽ ഡെവലപ്മെന്റ് ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് വിറ്റമിൻ ഇയെ പറ്റിയിട്ടാണ്. വിറ്റമിൻ ഇയെ പറ്റി നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. വിറ്റമിൻ ഇ നമ്മളുടെ സ്കിന്നിനും നമ്മളുടെ ഹെയറിനും ഒരുപാട് ബെനിഫിറ്റ് തരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫെർട്ടിലിറ്റിയും ഒരുപാട് ബെനിഫിറ്റ് തരുന്നതാണ് വിറ്റമിൻ ഇ. ഫോളിക്കുലർ സ്റ്റഡിക്ക് പോകുമ്പോഴേക്കും പലരും ചിലപ്പോൾ ഫോളിക്കിൾസ് ഡോക്ടർ കാണിച്ചു തന്നിട്ടുണ്ടാവും. അത് നിങ്ങളുടെ അണ്ടം ഡോക്ടർ കാണിച്ചു തന്നിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ ഫോളിക്കിൾ എന്ന് പറഞ്ഞാലും നമ്മൾ അണ്ടം എന്നുള്ളൊരു ടേം കൊണ്ട് അവിടെ ഉദ്ദേശിച്ചാലും നമ്മൾ അവിടെ കാണുന്നത് ഫോളിക്കിൾ ആണ്. ഈ ഫോളിക്കിളിനകത്താണ് നമ്മുടെ എഗ്ഗ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഹൗസ് പോലെയാണത് ആ ഫോളിക്കിൾ എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് ആ ഒരു ലിക്വിഡും ഉണ്ടാകും. ഈ ലിക്വിഡ് നമ്മുടെ അണ്ടം പൊട്ടിക്കഴിയുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന കോർപ്പസ് ലൂട്ടിയമാണ് നമുക്ക് പ്രൊജസ്ട്രോൺ ആ തുടക്ക സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോളിക്കിൾ, ഈ അണ്ടം ചുറ്റിയിരിക്കുന്ന ആ ഒരു ഫോളിക്കിളിൽ അടങ്ങിയിട്ടുള്ള ആ ഒരു ദ്രാവകത്തിൽ വിറ്റമിൻ ഇയുടെ കണ്ടന്റ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി നിങ്ങൾക്ക് ശരീരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഫോളിക്കിൾസിന്റെ ഡെവലപ്മെന്റിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ ഫോളിക്കിൾസ് ആ ലിക്വിഡിനകത്ത് ഗ്രോ ആകുമ്പോഴേക്കും ആ ഏറ്റവും കൂടുതൽ ഫോളിക്കിൾ ഡെവലപ്മെന്റിന് നമ്മൾ എടുക്കേണ്ടത് വിറ്റമിൻ ഇ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. വിറ്റമിൻ ഇ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴേക്കും ബ്രൊക്കോളി ഉണ്ട്, അവോക്കാഡോ ഉണ്ട്, സൺഫ്ലവർ സീഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ മുട്ട, ഇതിലെല്ലാത്തിലും വിറ്റമിൻ ഇ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള സപ്ലിമെന്റ്സും ഉണ്ട്. നിങ്ങൾക്കത് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ഫിസിഷ്യനെ പോയി കണ്ടു കഴിഞ്ഞാലും ഇങ്ങനെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന അളവിലുള്ള വിറ്റമിൻ ഇയുടെ മെഡിസിൻ ഏതാണോ അത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരും കേട്ടോ.
അടുത്തൊരു ഫേസ് വരുന്നത് നമ്മുടെ ഓവുലേഷൻ നടക്കുന്ന സമയത്താണ്, നമ്മുടെ ഫെർട്ടൈൽ ടൈം പീരീഡ് തുടങ്ങുന്ന സമയത്താണ്. ഫെർട്ടൈൽ ടൈം പീരീഡ് നമുക്ക് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് പലർക്കും തന്നെ അറിയാം. നമുക്ക് എന്നാണോ ഓവുലേഷൻ ഉണ്ടാകുന്നത് അതിനേക്കാൾ ഒരു 4 ദിവസം മുൻപ് മുതലും ഓവുലേഷന്റെ എക്സാക്ട് ഡേ, ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള 2 ദിവസം, ഈ ഒരു ടൈമാണ് നമ്മുടെ ആ ഓവുലേഷൻ നടക്കുന്ന ഒരു ടൈം. നമുക്ക് ഓവുലേഷൻ നടത്തി നമ്മൾ പ്രഗ്നന്റ് ആകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സമയം. ഈ സമയത്ത് നിങ്ങൾ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. എങ്ങനെയാണത് സഹായിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒമേഗ 3 ഫാറ്റി ആസിഡ് നമ്മുടെ ഓവറീസിലോട്ടൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓവറോൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡ് മൂലം നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ആ ഒരു അണ്ഡം ഈസി ആയിട്ട് റപ്ചർ ആകുന്നതിന് അത് സഹായിക്കുന്നു. ഒരു ഇഞ്ചക്ഷൻ എടുക്കാതെയോ അല്ലെങ്കിൽ മറ്റുള്ള മെഡിക്കേഷൻസ് ഒക്കെ എടുക്കാതെ നാച്ചുറൽ ആയിട്ട് അണ്ഡം പൊട്ടുന്നതിന് ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട്, ബ്ലഡിന്റെ സർക്കുലേഷൻ ഒന്ന് തിന്നാക്കി സർക്കുലേഷൻ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മളുടെ ശരീരത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ് നിങ്ങളെ സഹായിക്കുന്നു. അത് മാത്രമല്ല, ഇത് നിങ്ങളുടെ സെർവിക്കൽ മ്യൂക്കസിനെ ഒന്ന് തിന്നാക്കുന്നു. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളിൽ ഉണ്ടാകുന്ന പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള സെർവിക്കൽ മ്യൂക്കസ് ആണ് നമ്മളുടെ ശരീരത്തിനകത്തേക്ക് എത്തുന്ന സെമനെ അണ്ഡം വരുന്ന ദിവസം വരെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു എൻവയോൺമെന്റ് നമ്മളുടെ ശരീരത്തിലോട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു എൻവയോൺമെന്റ് അവിടെ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കുന്ന സമയങ്ങളിൽ ഉണ്ടാകുന്ന സെർവിക്കൽ മ്യൂക്കസ് തിക്കായിട്ടുള്ളതാണെങ്കിൽ സെമന് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ജലദോഷം വന്നൊരു മൂക്കടപ്പ് ഉണ്ടായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? കാരണം അവിടെ കട്ടിയായിട്ട് നമുക്ക് ആ ഒരു മൂക്കിൽ നിന്ന് ആ ഒരു എന്താ പറയാ, നമ്മുടെ ആ ഒരു ജലദോഷം വരുമ്പോൾ ഇങ്ങനെ കട്ടിയായിട്ട് നമ്മുടെ മൂക്കിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബ്രീത്ത് എടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ നമുക്ക് മൂക്കടപ്പ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. സെയിം ഇതേ മെക്കാനിസം തന്നെയാണ് സെമന്റെ കാര്യത്തിലും അവിടെ സംഭവിക്കുന്നത്. അകത്തേക്ക് ഉണ്ടാവുന്ന സെമന് കൃത്യമായിട്ട് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കാതെ ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കുകയാണ് സെർവിക്കൽ മ്യൂക്കസ് ചെയ്യുന്നത്. അതേസമയം നമ്മളൊരു സലൈൻ ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമുക്ക് ആ ഒരു പാത്ത് ക്ലിയർ ആകും, അതൊന്ന് തിന്നാകും. അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന സെയിം ഒരു മെക്കാനിസം തന്നെയാണ് ഇവിടെയും ഓപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾ സെർവിക്കൽ മ്യൂക്കസിനെ ഒന്ന് തിന്നാക്കി കൊടുക്കുന്നതിനും ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മെഡിസിൻ, അതായത് മീൻ ഗുളികയും നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാനായിട്ട് സാധിക്കും. അതും നിങ്ങളൊരു ഫിസിഷ്യനെ കണ്ടതിന് ശേഷം, നോർമലായിട്ട് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണണമെന്നില്ല, ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് നിങ്ങൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, പ്രഗ്നന്റ് ആകാനായിട്ട് നോക്കുന്നുണ്ട്, എനിക്ക് വിറ്റമിൻ മെഡിസിൻസ് എഴുതി തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എഴുതി തരും. അതല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഉണ്ടാവുമല്ലോ, നമുക്ക് ആശാ വർക്കറൊക്കെ ഉണ്ടാവുമല്ലോ, അവരോടൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആ മെഡിസിൻ എടുക്കാവുന്നതാണ് കേട്ടോ. ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീൻ ഐറ്റംസ്, ഫിഷ് ഐറ്റംസിൽ നമ്മൾ ചെറിയ ചെറിയ മീനുകൾ ഉണ്ടാവില്ലേ, അതിലൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ് നല്ലതുപോലെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ സാൽമൺ ഫിഷിൽ ഇത് അടങ്ങിയിട്ടുണ്ട്. സാൽമൺ കുറച്ച് എക്സ്പെൻസീവ് ആണ്, എല്ലാവർക്കും തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ളവർ നോക്കി ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ കഴിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അതുപോലെ വാൾനട്ട് കഴിക്കാൻ, നട്ട്സ് എല്ലാം തന്നെ കഴിക്കുക, അതിലൊക്കെ ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ മീൻ ഗുളിക കഴിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി തന്നെ നിങ്ങളുടെ ഇംപ്ലാന്റേഷനും അവിടെ സക്സസ്ഫുൾ ആവും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.